അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് ഒരു ഷെയർ വിൽക്കാനോ മേടിക്കാനോ ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് ബ്രോക്കറുടെ അടുത്ത് നിന്ന് തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പോയി കാണാം. എന്റെ പേര് സൂര്യൻ, ഫൗണ്ടർ ഓഫ് സതേൺ സ്റ്റോക്ക് അക്കാഡമി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സെറോദയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലായിരിക്കും വരുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം സൈൻ അപ്പ് നൗ. അപ്പൊ ഈ ഒരു സൈൻ അപ്പ് നൗവിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതായിട്ട് ആവശ്യകതയുണ്ട്. അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. ആ ഒരു OTP ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു OTP കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ മെയിൽ ഐഡിയും അതുപോലെ തന്നെ നമ്മുടെ നെയിമും കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നെയിം കൊടുത്തതിന് ശേഷം താഴെ നമുക്കിവിടെ മെയിൽ ID കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെയിമും അതുപോലെ തന്നെ മെയിൽ ID ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. ആ ഒരു OTP ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു OTP ടൈപ്പ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പാൻ കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി നിങ്ങൾ ഡിജി ലോക്കർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടിന്യൂ ടു ഡിജി ലോക്കർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഡിജി ലോക്കർ എടുക്കാത്തവരാണെങ്കിൽ ഡിജി ലോക്കറിൽ നമ്മുടെ ഈ പറയുന്ന ആധാറും അതുപോലെ തന്നെ പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഡിജി ലോക്കർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ആധാറും പാൻ കാർഡും ഒക്കെ ഒന്ന് ലിങ്ക് ചെയ്യുക. അപ്പോൾ ഡിജി ലോക്കർ ഉള്ളത് ജസ്റ്റ് കണ്ടിന്യൂ ടു ഡിജി ലോക്കർ കൊടുക്കുക. അവിടെ നമുക്ക് നമ്മുടെ ആധാർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആധാറിന്റെ നമ്പർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാറിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇനി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാർഷൽ സ്റ്റേറ്റസിൽ നിങ്ങൾ മാരീഡ് ആണോ സിംഗിൾ ആണോ എന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ പേരൻസിന്റെ ഫാദറിന്റെ നെയിം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ മദറിന്റെ നെയിം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ പേരൻസിന്റെ നെയിം കൊടുത്തതിന് ശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആനുവൽ ഇൻകം. അപ്പോൾ നിങ്ങളുടെ ആനുവൽ ഇൻകം ഇവിടെ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ട്രേഡിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസും ഇവിടെ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇവിടെ ഒക്യുപ്പേഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ജോലി ഏത് പ്രൈവറ്റ് സെക്ടറിലാണോ അതോ പബ്ലിക് സെക്ടറിലാണോ അതോ നിങ്ങൾ ബിസിനസ് ആണോ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെന്റ്, അതായത് ക്വാർട്ടർലി നമ്മുടെ സെറ്റിൽമെന്റ് നടക്കേണ്ടത് ക്വാർട്ടർലി ആണെന്ന് ഇവിടെ കൊടുക്കുക. ആർ യു പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നോ, അല്ലെങ്കിൽ നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മളിവിടെ കൊടുക്കേണ്ടത് IFSC ആണ്. അപ്പോൾ നമ്മുടെ ബാങ്കിന്റെ ബ്രാഞ്ചിന്റെ IFSC കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രാഞ്ചിന്റെ IFSC കൊടുത്തതിന് ശേഷം ഇവിടെ MICR കോഡ് കൂടെ നമ്മൾ എടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് MICR കോഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് ആ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒന്നും കൂടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ കാണാം ഈ ഒരു കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കോഡ് നമ്പർ 1295 എന്ന്. അപ്പോൾ ഈ ഒരു കോഡ് നമ്പർ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ എഴുതിയതിനു ശേഷം നിങ്ങൾ ഈ ഒരു വെബ് ക്യാമോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ക്യാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തതിന് ശേഷം അതൊന്ന് ഫോട്ടോ എടുത്ത് ഇവര് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നോമിനി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോമിനി വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും ബെറ്റർ എപ്പോഴും നോമിനി ആഡ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ നോമിനി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നോമിനിയുടെ നെയിം ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നെയിം കൊടുത്തതിന് ശേഷം ആരെയാണോ നമ്മൾ നോമിനി വെക്കുന്നത് ആ ഒരു നെയിം ആഡ് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ മെയിൽ ഐ ഡി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മെയിൽ ഐ ഡി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം ഇവിടെ നോമിനിയുടെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം എത്ര ശതമാനം ഷെയർ ആണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു നോമിനിയെ വെക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ 100% ഷെയർ ആണ് ഞാനിവിടെ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ നോമിനിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് ഇവിടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ അഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ നോമിനിയുടെ നമ്മുടെ സെയിം അഡ്രസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ഇനി സെപ്പറേറ്റ് അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെപ്പറേറ്റ് അഡ്രസ് കൊടുക്കാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ നോമിനീസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അനദർ നോമിനി, അതായത് 2 or 3 നോമിനീസ് ഒക്കെ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് അതിനുശേഷം ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്റർഫേസിലായിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അവിടെ നമ്മൾ ജസ്റ്റ് ഈ ഒരു സൈൻ കൊടുക്കുക, ഇവിടെ സൈൻ നൗ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും, ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആധാറിന്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആധാറിന്റെ നമ്പർ ഇവിടെ കൊടുത്തതിന് ശേഷം സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും, അത് ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം വെരിഫൈ ആൻഡ് സൈൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു സൈൻ നൗ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഇനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആധാർ നമ്പർ ഒന്നും കൂടി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം സെൻഡ് OTP കൊടുക്കുക. ഇപ്പൊ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും, ആ ഒരു OTP ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു OTP ടൈപ്പ് ചെയ്തതിനു ശേഷം വെരിഫൈ OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ് നമ്മളിപ്പോ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഫിനിഷ് എന്ന ഈ ഒരു ബട്ടൺ, ജസ്റ്റ് ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 24 hours തന്നെ നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ മെയിലിൽ വരുന്നതായിരിക്കും.